ഈ ആശ്രമത്തിന് നമ്മളായിട്ട് ഒരു കളങ്കം വരത്തിലും എന്നൊരു പേടി പുള്ളിക്കുണ്ട്. ഞാനതാണ് എൻ്റെ ഹൈക്കോടതിയിലെ കേസല്ല ഞാൻ വിഡ്രോ ചെയ്യാൻ കാരണം. ശരണം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സനൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം 2009 അദ്ദേഹത്തിനെതിരെ ശാന്തിരി ആശ്രമത്തിലെ ഗുരുനാഥസ്വാമി എന്ന് പറയുന്ന അദ്ദേഹവും അനുബന്ധ ആൾക്കാരും ചേർന്ന് അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവരും ചേർന്ന് കൊടുത്ത 2-3 കേസ് കൊടുത്ത് അതിൽ 2 FIR ഇട്ടതാണ്. അപ്പോൾ അങ്ങനെ പോലീസ് ഹറാസ്മെൻറ്റ് ചെയ്തപ്പോൾ എന്ന് വെച്ചാൽ വ്യാജമായ പരാതി കൊടുത്ത് FIR ഇട്ട് അതിന്മേൽ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി പരക്കം പാഞ്ഞ സമയത്ത് അദ്ദേഹം WPC നമ്പർ 36-297/2009 പ്രകാരം നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് ഹർജി കൊടുത്തു. അപ്പോൾ അതിലേക്ക് ആസ്പദമായ കാര്യം പറയാനാണ്. പിന്നെ അത് കൂടാതെ എന്ന് പറഞ്ഞാൽ 2016 ഞാൻ ബഹുമാനപ്പെട്ട കേരള DGP ലോക്നാഥ് ബെഹ്റ സാർ മുമ്പാകെ K4 1063/2016 പ്രകാരമുള്ള ഒരു പെറ്റീഷൻ കൊടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ അനിയൻ്റെ മരണം. അപ്പോൾ അതിനേക്കുള്ള അവ്യക്തതകളെ ഒന്ന് ദൂരീകരിക്കാൻ വേണ്ടിയാണ്. കാരണം 2016 പെട്ടെന്ന് തോന്നിയ ഒരു ഇത് വെച്ചതല്ല ആ പരാതി കൊടുക്കുമ്പോൾ അതിൽ മെൻഷൻ ചെയ്തത് എൻ്റെ അനിയൻ്റെ മരണം യാദൃശ്യമായ ഒരു എന്താ പറയുക ഒരു വാഹനാപകടമല്ല, അത് ആസൂത്രിതമായ ഒരു കൊലപാതകം കൂടിയാണ് എന്ന് നമ്മൾ സംശയിക്കുന്നു എന്ന് പറയാനും പിന്നെ എൻ്റെ ഇളയനിയനും എൻ്റെ അമ്മയൊക്കെ അത് കഴിഞ്ഞു പരാതികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംശയം ഈ പറയുന്ന ഈ കേസിൽ കൊടുത്തിട്ടുണ്ട് ഈ സനൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ, അദ്ദേഹം ഒരു ചാനൽ നൽകിയ ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു ചാനലിൻ്റെ ഇൻ്റർവ്യൂ ഇവിടെ കാണിക്കാം. ഈ ആളൊന്ന് പരിചയപ്പെട്ടിരിക്കാൻ വേണ്ടി ഇത് 2 പാർട്ടായിട്ടാണ്. ഈ കേസിൽ അമൃതാഞ്ജലി പ്രതിയായിട്ട് വന്നിട്ടുണ്ട്. ശാന്തിരി ആശ്രമത്തിൻ്റെ ശിഷ്യപൂജ എന്നറിയപ്പെടുന്ന അമൃതാജ്ഞാന തപസ്സിനി എന്ന് പറയുന്ന അവർ, പിന്നെ ഗുരുമിത്രസ്വാമി, പിന്നെ ചേർത്തല അനിലി, അങ്ങനെ ഒട്ടനവധി പേര്, ഒരു 7ഓളം പേരോളം ആശ്രമമായിട്ട് ബന്ധപ്പെട്ട് പ്രതികളായിട്ട് വന്നൊരു കേസാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുന്ന മുമ്പ് ഈ സനലിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂ ഒന്ന് കേട്ടതിന് ശേഷം അടുത്ത പാർട്ടായിട്ട് ഈ കേസിനെ കുറിച്ച് പ്രതിപാദിക്കാം. ഈ കേസിനെ കുറിച്ച് സനൽ അതിൽ പറയുന്നുണ്ട്. ഈ കേസ് WPC നമ്പർ 36-297/2009 2009 നടന്നതാണ്. എൻ്റെ അനിയൻ്റെ മരണം നടക്കുന്നത് 2009 ഫെബ്രുവരി 22 രാത്രി, അതായത് ഏകദേശം ഫെബ്രുവരി 23 വെളുപ്പിന് 2:45 പുന്നപ്രവചന അപകടം സംഭവിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് നിർബന്ധപൂർവ്വം അമൃതാഞ്ജലി പറഞ്ഞിട്ടെന്നും പറഞ്ഞ് ഗുരുമിത്രസ്വാമിയുടെയും ഗുരുരത്നസ്വാമിയുടെയും ഒക്കെ ഇടപെടലിലൂടെ നടന്നൊരു സംഭവമാണ്. അപ്പം ഞാനതിലേക്ക് വരാം. അപ്പോൾ ആ വിശദ വിവരങ്ങൾ അടുത്ത വീഡിയോയിലുണ്ടാവും. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സനൽ എന്ന് പറഞ്ഞ വ്യക്തിയെ ഒന്ന് മനസ്സിലാക്കാൻ പരിചയപ്പെടാൻ വേണ്ടി ഈ വീഡിയോ ഇതോടൊപ്പം പാർട്ട് 1 ഇടിയാണ്. ഇപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, കണ്ടവരുണ്ടെങ്കിൽ മനസ്സിലാവും. ഇത് കാണാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അടുത്ത ഇതിനെ സംബന്ധമായിച്ച് അദ്ദേഹം പറയുന്ന ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അതിൽ പ്രതിപാദിക്കാൻ, അതിൽ കുറേ അഭ്യൂഹങ്ങളുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണം അതിൻ്റെ നിജസ്ഥിതി. കാരണം അതിനെക്കുറിച്ച് പല കഥകളാണ് പ്രചരിപ്പിച്ചത്. ആശ്രമം നേരിട്ട് പ്രചരിപ്പിച്ചു, വ്യക്തികളെ വെച്ച് പ്രചരിപ്പിച്ചു, നമ്മളോട് മിണ്ടരുതെന്ന് പറഞ്ഞു. ഈ അനിയൻ്റെ മരണം സംഭവിച്ചു എൻ്റെയും വീട്ടുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ആരോട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് പിന്നെ അതിൻ്റെ നിജസ്ഥിതി വെളിപ്പെടുത്താൻ പറ്റിയില്ല. ഒന്ന് നമുക്ക് ഈ ഇതിലെന്തുകൊണ്ടാണ് മിണ്ടരുതെന്ന് പറഞ്ഞെന്നുള്ള കാര്യം മനസ്സിലായില്ല. പക്ഷേ അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ടപ്പോൾ അതെല്ലാവർക്കും അവർക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഈ ഇൻ്റർവ്യൂ അദ്ദേഹം സനൽ കൊടുത്ത ഇൻ്റർവ്യൂ ഒന്ന് കാണുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ശരണം. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് സനൽ എന്നാണ്. സനൽ. ഓക്കെ. ഞാനിപ്പോൾ താമസിക്കുന്ന അരൂര്. ഓക്കെ. അരൂര് കൃത്യമായിട്ട് സ്പോട്ട്? അരൂർ അമ്പലത്തിനോടൊന്ന് കിഴക്കൂടെ, അതായത് ഗുരുവിൻ്റെ ഒരു കയർ ഫാക്ടറിയാണ് എൻ്റെ ഉള്ളിൽ കാണുന്ന വീടാണ്. കരുണാകര ഗുരുവിൻ്റെ കുടുംബത്തിലൊരു അംഗവും കൂടിയാണ്. ആണോ? അതെങ്ങനെ വരുന്നത്? അത് എൻ്റെ അമ്മമ്മയുടെ ഒരു സഹോദരനാണ് വരും കരുണാകര ഗുരു. അമ്മമ്മയുടെ പേര് കൗസല്യ എന്നാണ്. എൻ്റെ അമ്മമ്മയുടെ മോൻ്റെ പേര് സന്തോഷ്. അദ്ദേഹമാണ് ഗുരുവിൻ്റെ ഡ്രൈവറായിട്ടൊക്കെ അവിടെ നിന്നിരുന്നു. ഇപ്പോഴും ഈ ശിഷ്യപൂജിത എന്ന് പറഞ്ഞാൽ അമൃതാഞ്ജലിയുടെ ഡ്രൈവർ അദ്ദേഹം തന്നെയാണ്. ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്. എന്ത് ചെയ്യുന്ന സനലേട്ടൻ? ഞാൻ വർഷങ്ങൾ അതായത് എൻ്റെ ഒരു 14 വയസ്സിൽ ഞാൻ ആശ്രമത്തിൽ പോയി ഗുരുവിനെ ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നപ്പോൾ തൊട്ട് ആശ്രമത്തിൽ പോകുന്നതാണ്. അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം
ഗുരു പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ പേരിട്ടതും 3 മക്കളുണ്ട് ഞങ്ങൾ, 2 പെണ്ണും 1 ആണും. ഞങ്ങളുടെ പേരിട്ടതും എല്ലാം ഗുരു തന്നെയാണ്, കരുണാകര ഗുരു. ഗുരു നമുക്ക് വീട്ടിലേക്ക് കത്തുകൾ അയക്കുമായിരുന്നു. അന്ന് ഈ മറ്റേ ടെലിഫോൺ അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു ബന്ധമുള്ളായിരുന്നു. അപ്പം ഗുരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ കാണുന്നു. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു വിശ്വാസവും ഭക്തിയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഗുരു, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഗുരു എൻ്റെ പഠനം വരെ നിർത്തിയിട്ട് പറഞ്ഞത് പഠിക്കേണ്ട, അവൻ ഇവിടെ നിൽക്കട്ടെന്നും പറഞ്ഞ് ഞാൻ ആയുർവേദത്തിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു നല്ലൊരു പ്രായമൊക്കെ ഇപ്പോൾ ആ ഒരു കൗമാരമൊക്കെ കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടന്നപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വീട്ടിലേക്ക് പോവാം. സ്വാതന്ത്ര്യമില്ലല്ലോ. അങ്ങനെ കുറച്ചാൾ വീട്ടിൽ നിന്ന് വീണ്ടും ആശ്രമത്തിൽ മേഖലകളിലേക്ക് പോയി. ആയുർവേദത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കിച്ചണിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ സിദ്ധത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സൂപ്പർവൈസർ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം അവർ ചെയ്യുന്ന എല്ലാ പണിയും, ഈ പണിയാർക്ക് ഭക്ഷണം ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കും. അതൊക്കെ ഒരു പോസ്റ്റ് മാത്രം. പിന്നെ അത് കഴിഞ്ഞ് ഒരു കയർ ഫാക്ടറി വർക്ക് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് നല്ലൊരു പ്രായമായപ്പോഴാണ്, എനിക്കൊരു ഏജ് എന്ന് പറഞ്ഞാൽ ഒരു 30-31 വയസ്സുള്ള സമയത്താണ്. അപ്പോൾ ആ സമയം എന്ന് പറയുമ്പോൾ ഗുരു ആദ്യ സങ്കല്പത്തിൽ, അതായത് ഗുരു ശരീരം വിട്ടു പോയതിനു ശേഷം, അപ്പം നമ്മൾ കാണുന്ന സീൻ എന്നൊക്കെ പറഞ്ഞാൽ ഗുരു പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഇവർ കാണിക്കുന്നത്. അതായത് പുറത്തുനിന്ന് കയറെടുക്കുക, കയറിൽ വെള്ളം സ്പ്രേ ചെയ്യുക, എന്നിട്ട് അത് സ്പൂൾ ചെയ്യുക, ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ മുഴുവൻ. KSFE നിന്ന് ലോൺ എടുക്കുക, അവർ വരുമ്പോഴേക്കും കുറേ പൊള്ളയായ സാധനങ്ങൾ വെച്ചിട്ട് ലോൺ പാസ്സാക്കുക. അവർ വരുമെന്ന് പറയുമ്പോൾ ഇവിടെ ആലപ്പുഴയിലെ സാധനം അരൂർ കൊണ്ടുവരുന്നു, അരൂരത്തെ സാധനം ഇവിടെ കൊണ്ടുവരുന്നു. ഈ ഒരു സാധനം തന്നെയാണ് ഈ പാസ്സാക്കാൻ പറ്റുന്ന മുഴുവനും ഇൻസ്പെക്ഷൻ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കള്ളത്തിൽ നമുക്ക് ഇത് കരുണാകര ഗുരു മരിച്ചതിന് ശേഷം, ഗുരു ആദ്യം ശരീരം വിട്ടതിന് ശേഷം, ഗുരു 1999 ശരീരം വിട്ടാണ്. അപ്പൊ നമുക്ക് തോന്നിയാൽ ഇത് ശരിയല്ലല്ലോ ഇങ്ങനെ കാണിക്കുന്നത്, ഗുരു പഠിപ്പിച്ചുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു ബൈക്ക് ആക്സിഡന്റ് ഞാൻ വീട്ടിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ ഒരു വെല്ലിച്ചിന്റെ മകനായിട്ട് വരും, ചന്ദ്രബാബു എന്ന് പറയുന്ന കക്ഷിയും ചന്ദ്രബാബുവിന്റെ അനിയൻ വിനോദ്, ബിജിക്കുട്ടൻ. അപ്പൊ ഇവര് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ബിജിക്കുട്ടൻ. കാര്യം ഞാനും ബിജിക്കുട്ടനായിട്ട് ഈ 90 കാലഘട്ടത്തിൽ ആശ്രമത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ തമ്മിൽ അങ്ങനെ മാനസികമായിട്ട് ഒരു അടുപ്പമുണ്ട്. എല്ലാ രീതിയിലും ഞങ്ങൾ കാര്യങ്ങൾ ഷെയർ ചെയ്യും. അപ്പൊ ഞാൻ ആക്സിഡന്റ് ആയിട്ട് കിടന്നപ്പോൾ ബിജിക്കുട്ടൻ വന്ന് വീട്ടിൽ വന്നിട്ട്, എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ആരും, അവരെല്ലാം തിരുവനന്തപുരം പോത്തങ്കോട് ശാന്തിയിലെ ആശ്രമത്തിൽ പോയിരിക്കുകയാണ്. അപ്പൊ ബിജിക്കുട്ടൻ പറഞ്ഞടാ, നമ്മൾ കാണുന്ന പോലെയല്ല ആശ്രമം. ഞാൻ ഈ സന്യാസിമാർ, അതായത് ഗുരുമിത്രൻ, അതായത് എൻ്റെ കൂടെ കളിച്ചോളുന്ന അജയൻ എന്നാണ് പഴയ പേര്, അവിടുത്തെ ശാന്തിഗിരി വിദ്യാഭവനിലെ ആദ്യത്തെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ അജയൻ, അതായത് ഗുരുമിത്രൻ, പിന്നെ ഈ ഗുരുരത്നസ്വാമി. അപ്പൊ അവരുന്ന രീതികൾ, ഗുരുരത്നസ്വാമിയുടെ ശരിക്കുള്ള പേരെന്താ? ഹരി എന്ന പേര്. അതായത് ഞങ്ങളുടെ കൂടെ ഒരു നിവൃത്തിയില്ലാണ്ട് ഞങ്ങൾ അലക്കുന്ന സോപ്പ് വരെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു കക്ഷിയായിരുന്നു. ഇന്ന് ഇങ്ങനെ ഈ സ്ഥാനത്തേക്ക് എങ്ങനെ ആയെന്ന് അറിയാൻ പാടുള്ളൂ. കാര്യം അദ്ദേഹം രാത്രി ആശ്രമത്തിലെല്ലാം കഴിയുമ്പോൾ റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് സിഗരറ്റ് വലിച്ച് കയറി വരുന്നതൊക്കെ ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വളരെ ഫ്രോഡായിട്ട് കിടന്നൊരു വ്യക്തി എങ്ങനെ ആശ്രമത്തിലേക്ക് പോയിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മളെ ഗുരു സംസാരിക്കുമ്പോഴും പറയുമ്പോഴൊക്കെ പഠിപ്പിക്കുന്നു പറഞ്ഞാൽ, ഒരു 12 വർഷം ബ്രഹ്മചര്യായി എന്ന് എല്ലാ കാര്യങ്ങളും ത്യാഗം എല്ലാം സഹിച്ച് സ്വന്തവും ബന്ധവും എല്ലാം ഉപേക്ഷിച്ചതിന് ശേഷമേ ഒരു സന്യാസി ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ ഞാനിന്ന് കാണുന്നെന്ന് പറഞ്ഞാൽ, ഈ ഗുരുരത്നസ്വാമിയുടെ ഒക്കെ കുടുംബം എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇന്ന് റോയൽ ഫാമിലി ആയിട്ടവിടെ ജീവിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ വിലയിരുത്തുന്നു പറഞ്ഞാൽ, ഗുരുവിന്റെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരെല്ലാം കൂലിപ്പണിക്കും, ഒരു ഗവൺമെന്റ് ജോബുള്ള ഒരാൾ പോലും ഇല്ല, എല്ലാവരും അങ്ങനെ ഇങ്ങനെ. അപ്പൊ ഗുരുവിന്റെ ഫാമിലികളിലെ എല്ലാവരും ഇവർ നശിപ്പിക്കുന്ന ഒരു പ്രവണതയായിട്ട് ഞാൻ കാണുന്നത്. അതായത് എനിക്ക് മാരേജിന്റെ ടൈം വന്നപ്പോഴേക്കും എനിക്കൊരു 10-17 നല്ല നല്ല ബന്ധങ്ങൾ, അത് ഗുരുവിന്റെ ഫാമിലി ആകുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് നമ്മളോട് ഒരു താല്പര്യം തോന്നും. അപ്പൊ അങ്ങനെ ആ പെൺകുട്ടികളുടെ അനുവാദത്തോടെ പ്രപ്പോസൽ കൊണ്ടുവരുമ്പോഴും ഈ ശിഷ്യപൂജിത എന്ന ജന്യം വളരെ തന്ത്രമായിട്ട് ചിരിച്ചിട്ട് ഒരു പാട്ടൊക്കെ പാടിയിട്ട് സനലിനോട്, അത് എൻ്റെ പേര് സനൽ എന്നാണ്, സനലിനോട് പ്രത്യേക ഒരു സ്നേഹമുള്ള പോലെ ഇതെല്ലാം ബുദ്ധിപൂർവ്വം ഒഴിവാക്കിയിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാല് ഗുരുവിന്റെ ബന്ധുക്കൾ എല്ലാവരും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഗുരുവിന്റെ കൂടെ നടക്കുകയും ശിഷ്യപൂജിതരുടെ കൂടെ നടക്കുന്നത് എൻ്റെ അമ്മാവൻ, അതായത് എൻ്റെ അമ്മയുടെ അനിയൻ. അപ്പൊ സന്തോഷ് എന്ന് പറഞ്ഞ കക്ഷി എന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു തൊഴിൽ പഠിപ്പിക്കാൻ അവന് ഡ്രൈവിങ്ങിന് കൊണ്ട് ഏൽപ്പിച്ചായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞു, നിനക്ക് ആശ്രമിക്കുന്നുണ്ട്, എനിക്ക് സേവനം കൊണ്ട് ഞാൻ ചെയ്യുന്നു, പൈസ ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല, അപ്പൊ നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, ഡ്രൈവിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും. പക്ഷെ ഒരു കാരണവശാലും, അപ്പൊ ഞാനന്ന് ദൈവത്തെ പോലെ കാണുന്ന ശിഷ്യപൂജിതടുത്ത് പറയരുതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്നെ കൊണ്ട് വെഞ്ഞാറോട് കൊണ്ട് കൈരളിൽ നിന്നുള്ള ഡ്രൈവിംഗ് സ്കൂളിൽ കൊണ്ട് ചേർത്ത് 2 ദിവസം പോയി. 3-ാമത്തെ ദിവസം പോയി ഭക്തി ഇങ്ങനെ മൂത്തിരിക്കുകയല്ലേ. ഞാൻ ശിഷ്യപൂജ കൈ കൊണ്ടൊക്കെ വിളിക്കും, ചിരിച്ചാൽ കാണിക്കുമ്പോൾ ഞാൻ ചെന്നൊരു ജന്നി, ഞാനൊരു ഡ്രൈവിംഗ് പഠിക്കാൻ പോയിരുന്നു, എൻ്റെ മോൻ അത് പഠിക്കണ്ടെന്ന്. അങ്ങനെ നമ്മൾ ഉയർന്ന് എന്തെങ്കിലും ഒന്ന് ആയി പോകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവരിതെല്ലാം സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഈ കയർ ഫാക്ടറി നിന്ന ശേഷം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ശിഷ്യപൂജ ജന്യക്ക് വളരെ വ്യക്തമായിട്ട് തെളിവ് ഉൾപ്പെടെ ഞാൻ കത്ത് മുഖേന അയച്ചു. കാര്യം എൻ്റെ ധാരണ എന്ന് പറഞ്ഞാൽ ഗുരു കഴിഞ്ഞ അടുത്ത സ്ഥാനം ശിഷ്യപൂജിതയാണ്. അപ്പൊ അവരാണ് ഈ ആശ്രമത്തിലെ കാര്യങ്ങളുടെ എല്ലാം മേൽത്തട്ടിൽ, അതായത് എല്ലാം അവസാനത്തെ തീരുമാനം അവരെന്നുള്ള രീതിയിൽ അങ്ങനെ വിശ്വസിച്ച് ഞാൻ എനിക്കൊരു കത്ത് പിടിക്കും.
അപ്പോൾ ഒരു കത്ത് പോകുന്ന മിക്കവാറും 3-4 ദിവസം കഴിയും. ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ ഫാദർ, എൻ്റെ അച്ഛൻ ചെല്ലുമ്പോഴേക്കും ഈ കത്ത് അച്ഛൻ്റെ കൊടുത്തുവിടുകയും ചെയ്തത്. അപ്പോഴേക്കും നമ്മൾ ഭക്ഷണം ചോറല്ലേ കഴിക്കുന്നത്. എന്താണ് എന്ന് പറഞ്ഞാൽ ഈ കയർ ഫാക്ടറി നടക്കുന്ന മോശമായ, അതായത് മോശമെന്ന് പറഞ്ഞാൽ ഞാൻ പെൺവിഷയമൊന്നുമല്ല പറയുന്നത്, ഗുരു പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ കയറെടുത്ത് കയർ പിരിച്ച് നമ്മുടെ കയർ ആൾക്കാർ തിരക്കി ലോകത്തിന്റെ നാനാഭാഗത്ത് തിരക്കി വരണം. അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള സാധനം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ചെയ്യുന്ന പറഞ്ഞാൽ കയറിൽ മായം ചേർക്കുക, റബ്ബർ മാറ്റി ഇൻസ്പെക്ഷൻ പാസ്സാക്കുമ്പോൾ അവര് പോയി കഴിയുമ്പോഴേക്കും അതിനകത്ത് പെയിന്റ് ചെയ്യും. എൻ്റെ വീട്ടിലാണ് പെയിന്റ് ചെയ്യുന്നത്. എൻ്റെ വീട് കയറിന് തൊട്ടടുത്ത് തന്നെയാണ്, അവിടെ ഇട്ടാണ് പെയിന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഇതെല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ച് ഞാൻ കത്ത് വിട്ടു. അപ്പൊ അന്നേ എനിക്കൊരു കാര്യം മനസ്സിലായി, അന്ന് ഞാൻ നോട്ടപ്പുള്ളി ആയെന്നുള്ളത്. അപ്പൊ അത് കഴിഞ്ഞ് ഈ ഗുരുരത്ന സ്വാമിയുടെ ചേട്ടനാണ്, ചേർത്തല അനിൽ എന്ന് പറയും. അപ്പൊ അദ്ദേഹം, ഞാൻ പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല, അവിടെ പുള്ളി പെണ്ണിന്റെ കാര്യത്തിൽ ഭയങ്കര വീക്ക്നെസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഗുരുരത്നന്റെ ചേട്ടൻ ചേർത്തല അനിൽ എന്ന് പറയും. അപ്പൊ അങ്ങനെ ആശ്രമത്തിൽ പല സ്ഥലങ്ങളിൽ പോയി പല വിഷയങ്ങളുണ്ടായി, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ കയർ ഫാക്ടറിയിൽ ഞാനിങ്ങനെ എൻ്റെ കണ്ണിൽ നേരിട്ട് കാണാനൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഞാൻ ഈ ഗുരുരത്ന സ്വാമിനെ ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞപ്പോൾ നീ അത്യാവശ്യമായിട്ട് എന്നെ ഒന്ന് കാണണമെന്ന്. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് തന്നെ വിളിപ്പിച്ച് ഇയാൾ ഓഫീസിലിരുന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാം ഇങ്ങനെ ആരാധന സമയങ്ങളുണ്ട്. രാവിലെ 5, 6, 9, 12 ഇങ്ങനെ. അപ്പൊ ഈ ആരാധന സമയങ്ങളിൽ ആശ്രമത്തിന്റെ എല്ലാം ആശ്രമത്തിന്റെ ഗുരു തന്നെ ഏറ്റവും മെയിനായിട്ട് കർണാടക ഗുരു സംസാരിക്കുന്നതാണെങ്കിൽ തന്നെ ഈ മണി അടിക്കുന്ന ശബ്ദം ആരാധന സമയത്ത് എല്ലാവരും നിശ്ചലമായിട്ട് അത് കഴിയുന്നവരെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൊച്ചിലോട്ട് കാണുന്നത്. അപ്പൊ ഞാൻ ഈ ഗുരുരത്ന സ്വാമി കാലുമേ കാലും കയറ്റി എന്താ പറയാ ഈ ചന്തയിലെ ആൾക്കാരിരിക്കുന്ന പോലെ കാലിന്റെ ഇടയിൽ കൈയും വെച്ച് ഇങ്ങനെയൊക്കെ മാന്തിക്കൊണ്ടിരിക്കും. അപ്പൊ മണി അടിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ആ ചെറുപ്പം പോലെ ശീലിച്ച കാര്യം, ഞാൻ എഴുന്നേക്കുമ്പോൾ ഇയാൾ അവിടെ അലക്ഷ്യമായിട്ടിരുന്നു ഓരോന്ന്. അപ്പൊ എനിക്ക് അന്നേരം തന്നെ പുള്ളിയുടെ ഇയാളൊരു സന്യാസം അല്ല എന്നുള്ളൊരു തോന്നൽ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ സംസാരം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇയാൾ സംസാരിക്കുന്നത് ഒരു ആത്മീയ ലെവലിലല്ല, ശരിക്കും ഒരു ഫ്രോഡായിട്ടുള്ള ഒരു ഗുണ്ട ആ സംസാരിക്കുന്ന രീതിയിൽ എന്നോട് പറഞ്ഞത്, നീ നിന്റെ കാര്യം നോക്കി ജീവിക്കും, നീ ഗുരുമിത്ര സ്വാമിയുടെ കൂടെ പോയി ഒന്ന് കാര്യങ്ങളൊക്കെ നീ ഒന്നും വേണ്ട, വെറുതെ നിന്ന് നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും, നിനക്ക് നല്ലൊരു മാരേജ്, നല്ല രീതിയിൽ നല്ലൊരു പെൺകുട്ടിയെ കിട്ടും, നിനക്ക് എല്ലാ രീതിയിലും ജീവിക്കാം. അപ്പൊ അതിന് വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ നമുക്കൊരു പണി കിട്ടുന്ന രീതിയിൽ സംസാരിച്ചായിരുന്നു. അപ്പൊ ഇതിക്ക് മുമ്പ് ഞാൻ ഈ ബിജുട്ടന്റെ മരണമായിട്ട് എനിക്ക് സംശയം ഉണ്ടായി. കാര്യം എന്ന് പറഞ്ഞാൽ അവൻ എന്നോടൊരു 3 മണിക്കൂർ സംസാരിച്ച് ആശ്രമത്തിന്റെ രീതികൾ ശരിയല്ല, ഇവർ സന്യാസിമാരല്ല, ഇവര് അപ്പൊ എന്നോടൊന്നും തെളിച്ച് പറയുന്നില്ല. അപ്പൊ അവൻ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് വന്നിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പോയ കക്ഷി പിന്നെ തിരിച്ചു വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് പോകാൻ ഒരു താല്പര്യമില്ലായിരുന്നു. ഇദ്ദേഹത്തെ വളരെ നിർബന്ധിച്ച് ബലമായിട്ടാണ് കൊണ്ടുപോയത്. പക്ഷേ 4 പേര് യാത്ര ചെയ്തതിൽ 2 പേര് മരിച്ചു. അതായത് ബിജുട്ടിനും നേരെ ഇരുന്ന ആള്. അപ്പൊ ഈ അജിത്ത് എന്ന് പറഞ്ഞ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുള്ള കക്ഷിയാണ് മരിച്ചത്. അപ്പൊ അദ്ദേഹം എന്തോ കണക്കിലെന്തോ പോരായ്മയൊക്കെ ഉണ്ടായിട്ട് പുള്ളി ചോദ്യം ചെയ്തപ്പോൾ ഈ അജിത്തിനെ ഗുരുരത്ന സ്വാമി കാറിൽ വിളിച്ചെന്തോ ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു രീതി ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് അജിത്തിന്റെ വായിന്ന് ഇങ്ങനെ വീണതാണ്. ഞങ്ങളോട് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. പക്ഷെ അദ്ദേഹവും മരിച്ച്, ഈ ബിജിക്കുട്ടനും മരിച്ചു. ഈ അജിത്ത് എന്ന് പറയുന്നതും ആലപ്പുഴ മനോരമ വർക്ക് ചെയ്യുന്ന കണ്ണൻ എന്ന് പറഞ്ഞ പുള്ളിക്കും അബു തഹസിൽദാറാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ടാണ്. അതായത് പുള്ളി മുസ്ലിം സമുദായത്തിൽപ്പെട്ടുകൊണ്ട് ആശ്രമത്തിന്റെ ഒരു എന്താ പറയുന്ന ഒരു പരസ്യം പോലെ പുള്ളിനെ എല്ലായിടത്തും പ്രൊജക്ട് ചെയ്ത് നിർത്തും. അബു മതേതരം പുള്ളിനെ അതിനു വേണ്ടിയാണ് പുള്ളിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ആലപ്പുഴ അബുവിനും പ്രശ്നമില്ല, ഈ കണ്ണനും വിഷയമില്ല. ഈ അജിത്തും മരിച്ച്, ബിജിക്കുട്ടനും മരിച്ചു. അപ്പൊ അതിൽ എനിക്ക് സംശയം ഉണ്ടായപ്പോ ഞാനിങ്ങനെ സംസാരിച്ചെന്ന് പറഞ്ഞപ്പോ രണ്ടുപേരും ഗുരുരത്നത്തിന്റെ കരടായിരുന്നു. അപ്പൊ ഞാൻ ഈ അനിലായിട്ട് ഇങ്ങനെ സംസാരം ഉണ്ടായി, ഞങ്ങൾ തമ്മിൽ ഒരു മുഷിച്ചുണ്ടായപ്പോ അനില് പറഞ്ഞു നിനക്ക് ബിജിക്കുട്ടന്റെ ഗതികേട് വരരുതെന്ന് ഇങ്ങനെ സംസാരിച്ചായിരുന്നു. അപ്പൊ അത് 2 രീതിയിൽ എടുക്കാം. നമ്മളത് വേറെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് ആത്മീയ ലെവലിലേക്ക് കൊണ്ടുപോകും. അവരിങ്ങനെ പ്രസ്ഥാനത്തിന് മോശമായി ചിന്തിച്ചുകൊണ്ട് അവന് ദൈവികമായിട്ട് ഇങ്ങനെ ഒരു പണി കൊടുത്തതെന്ന് പറയും. അപ്പൊ ഇവര് എല്ലാം ഇങ്ങനെ ആത്മീയ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ ഞാൻ കയർ ഫാക്ടറി നിൽക്കുമ്പോൾ ഇതിന് സംഭവമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടും ഈ ആശ്രമവും തമ്മിൽ ഒറ്റ കോമ്പൗണ്ടായിട്ട് നിൽക്കുന്നു. അതായത് കയർ ഫാക്ടറി ഡെവലപ്പ് ആകുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്നാണ് ഫുഡ് കൊണ്ടുപോയി സന്യാസിമാർക്കെല്ലാം ഗ്ലാസ് വരെ പ്രത്യേകം വാങ്ങിച്ചു വെച്ചിരിക്കും. ഇപ്പൊ ഇപ്പോഴത്തെ സന്യാസിമാരെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാൻ കഴിയുന്നതാണ്, ബിയർ കഴിക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും. അപ്പൊ എൻ്റെ വീട്ടിൽ നിന്നാണ് അമ്മയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭക്തിയാണ്. വീട്ടിൽ പൂജാമുറി കാര്യങ്ങൾ, ഗുരുവിന്റെ കാര്യങ്ങൾ, മത്സ്യമാംസാദികൾ കയറ്റത്തില്ല. ഒരു മുടി വെട്ടിച്ചിട്ട് വന്ന് ഞാൻ വീട്ടിൽ കുളിച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങളുടെ വീട്ടിലാണ് കുടിവെള്ളം ഉള്ളത്. അപ്പൊ ഈ ആർത്തകാലത്തുള്ള പെണ്ണുങ്ങൾക്ക് വീട്ടിൽ നിന്ന് വെള്ളം കോരാൻ പറ്റത്തില്ല. അപ്പൊ അത്രക്ക് സ്ട്രിക്റ്റ് ഒരു ആശ്രമം പോലെ എൻ്റെ വീട് കൊണ്ടുപോകുന്നു. അപ്പൊ നമുക്ക് പുറത്തുനിന്ന് വരുന്നവരും നമ്മുടെ വീട്ടിൽ കയറാൻ ആ ഒരു ഫീലിംഗാണ് ഉണ്ടാകുന്നത്.
അപ്പം ഞാൻ ഒരു ദിവസം കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഗുരു ശരീരം വിട്ട് പോയതിനു ശേഷം ഞാൻ കാണുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വഴി പോലില്ല, അവിടെ എല്ലാം കുറ്റിയിട്ട് വെച്ചിരിക്കും. അങ്ങനെ അതിനെ ചോദ്യം ചെയ്ത് ഞാൻ ഈ കുറ്റിയെല്ലാം വലിച്ച് എൻ്റെ അന്നേരത്തെ ഒരു ദേഷ്യത്തിൽ, അന്നേരത്തെ ഒരു മാനസികാവസ്ഥയിൽ, അത് എൻ്റെ ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്നത്, അല്ലെ ആശ്രമം വേറെ വീട് അങ്ങനെയാണ് എൻ്റെ ഒരു പ്രസ്ഥാനം, അങ്ങനെ ഞാൻ കാണുന്നത്. അപ്പോൾ ഈ കുറ്റിയെല്ലാം മാറ്റിക്കഴിഞ്ഞ ശേഷം ഈ ഗുരുമത്ര സ്വാമി എന്നോട് ചോദിച്ചു, നീ അവിടെ അരൂര് കിടന്ന് ഭയങ്കര ഷോ ആയിരുന്നല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേ ഞാൻ വിചാരിച്ചു നമുക്കൊരു പണി കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതിനുശേഷം ഒരു കയറി നിന്ന് എന്നെ, ഞാൻ കയർ ഫാക്ടറി വർക്ക് ചെയ്യാൻ ഒരു കാരണമില്ലാണ്ട് എന്നെ പുറത്താക്കിയിട്ട് ഒന്നും തന്നില്ല. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ 2 പോലീസുകാരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാര്യം ഞാൻ ഒരു കേസുമായി ബന്ധപ്പെട്ട് അരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നല്ല, ഒരു കേരളത്തിലെ അല്ല ഇന്ത്യയിൽ നിന്നുള്ള ഒരു സ്റ്റേഷനിലും ഞാൻ കയറിയിട്ടില്ല. അപ്പൊ എനിക്ക് പോലീസുകാരെയും അറിയാൻ പാടില്ല, കാരണം നമ്മൾ അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പൊ ഒരാള് ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലും ഒരാൾ ഒരു മുണ്ട് കൊടുത്താണ് വീട്ടിൽ വരുന്നത്, ഒരു വേഷം അതായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു പേരെന്താ, ഞാൻ സ്ഥാനം പേര്, നീ ഇന്നലെ ഗുരുരത്ന സ്വാമിനെ വിളിച്ചേ. അപ്പൊ തന്നെ ഇവര് ബലമായിട്ട് കയ്യേക്കരി പിടിക്കുകയായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ അരൂർ സ്റ്റേഷനിൽ നിന്ന് വരികയാണ്, സ്റ്റേഷൻ വരെ വരണമെന്ന്. അങ്ങനെ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. എന്തോ ഗുരുരത്ന സ്വാമി കേസ് കൊടുത്തിട്ടുണ്ട്, ഞാൻ സ്വാമിനെ ഭീഷണിപ്പെടുത്തി. അപ്പൊ അതൊരു ഡ്രാമയായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ് അറസ്റ്റ് ചെയ്യുന്നത്. അതായത് 24 മണിക്കൂർ ഒരു പ്രതിയെ സ്റ്റേഷനിൽ ഇടാൻ പറ്റത്തില്ല, സബ് ജയിലിലേക്ക് ഇടാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ ദൈവകാരുണ്യം കൊണ്ട് നമ്മൾ ചേർത്തല ജഡ്ജിയുടെ വീട്ടിൽ പോയി നമ്മൾ ജാമ്യം എടുത്ത് ഇറങ്ങി. അപ്പൊ ഞാൻ ഇറങ്ങി വീട്ടിൽ വന്നതിൽ അച്ഛനും വീടും പറഞ്ഞു, അച്ഛാ ഞാൻ ഒരിക്കലും 2009 മാസം കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പൊ ഞാൻ അങ്ങനെ വീട്ടിൽ വന്ന് അച്ഛനും മേഡം പറഞ്ഞ് ഞാൻ പ്രസ്ഥാനത്തിനെതിരല്ല, ഗുരുവിനെതിരല്ല, ഞാൻ ആശ്രമത്തിൽ നിന്ന് വളർന്നതല്ലേ, നിങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയാം, ഞാൻ ആശ്രമത്തിനെതിരല്ല, ഇത് വെറുതെ ചുമ്മാ ഡ്രാമ ഇറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഗുരുവിൻ്റെ അടുത്ത് പോയി മാപ്പ് പറയാൻ പറ്റും. അപ്പം ഞങ്ങൾ ഗുരു ശരീരത്തിലില്ലെങ്കിലും ഗുരു ഉണ്ടെന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ ജീവിക്കുന്നതാണ് വിശ്വാസികൾ. അപ്പം നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് പോയി, ചന്ദൂർ ആശ്രമത്തിൽ പോയി വെള്ളം എടുത്ത് ഗുരുവിൻ്റെ അടുത്ത് പോയി തൊഴുത് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞ് എൻ്റെ പേര് നിരവധി കേസുകൾ കൊടുത്തെന്നാണ്. ഞാൻ ആശ്രമത്തിൽ വന്ന് സന്യാസി അസഭ്യം പറഞ്ഞത് അടുത്ത കേസ് കൊടുക്കുന്നു. അങ്ങനെ ഇവർ അവിടെ നിന്ന് ഇവിടെ നിന്നും വിശ്വാസികളെ കൊണ്ട് ഇവരുടെ ഏറ്റവും വലിയ ബലം എന്ന് പറഞ്ഞാൽ ഇവർ പല സ്ഥലങ്ങളിൽ നിന്നും പല വിശ്വാസികളെയും വിളിച്ചിട്ട് ഒരാളുടെ പേരിൽ കേസ് കൊടുത്ത് അവനെ പൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആയപ്പോൾ ലാസ്റ്റ് നിലനിൽക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ എസ് രാജീവ് എന്ന അഡ്വക്കേറ്റിനെ പോയി കണ്ട് എൻ്റെ സത്യാവസ്ഥ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഈ ബിച്ചിക്കുട്ടൻ്റെ മരണം ഉൾപ്പെടെ ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴും എനിക്ക് ഈ ആശ്രമത്തോട് ഭയങ്കര ഒരു കൂറാണ്. കാര്യം ഞാൻ കാരണം പ്രസ്ഥാനത്തിന് ഒരു ചീത്തപ്പേരുണ്ടായിരുന്നു. അപ്പൊ അത് ഉപയോഗിച്ചാണ് ഇവർ പറഞ്ഞത് നമുക്കിത് കോംപ്രമൈസ് ചെയ്യാമെന്നാണ് കോംപ്രമൈസ് ചെയ്തത്. അപ്പൊ ഇതിനിടയ്ക്ക് എൻ്റെ അച്ഛനെ ഇവർ സ്വാധീനിച്ച് ഭീഷണിപ്പെടുത്തി എൻ്റെ 2 സഹോദരിമാർ തിരുവനന്തപുരം ആശ്രമത്തിൽ വർക്ക് ചെയ്യുകയും, ഒരാൾ ഹോസ്പിറ്റലിൽ, ഒരാൾ മാതൃമണ്ഡലത്തിൽ. അപ്പൊ പിന്നെ സഹോദരിയുടെ ഭർത്താവോടെ വർക്ക് ചെയ്യുന്നു. അവരെല്ലാം ജീവനെ വില പറഞ്ഞിട്ട് അച്ഛനെ ഭീഷണിപ്പെടുത്തിട്ട് അച്ഛൻ എനിക്കെതിരായിട്ടൊരു മൊഴി കൊടുക്കുകയും, ഞാൻ ചെറുപ്പം മുതലേ ഭയങ്കര ഇതാണ്. പിന്നീട് അച്ഛനെ തെറ്റ് മനസ്സിലാക്കി എൻ്റെ അടുത്ത് ഒന്ന് കരഞ്ഞ് ഇപ്പൊ അച്ഛൻ എൻ്റെ കൂടെ തന്നെ ഫുൾ സപ്പോർട്ട് ചെയ്തിരിക്കും. അപ്പൊ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരനായിരുന്നു, കൊച്ചിൻ എയർവേസിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ അച്ഛൻ പെൻഷനാകുന്ന സമയമായി, ഇവർക്ക് എല്ലാവരുടെയും പൈസയാണ് ആവശ്യം. അച്ഛൻ പെൻഷനാകുന്ന സമയമായപ്പോഴേക്കും ഒരു പ്രത്യേക സ്നേഹവും ഒരു വാത്സല്യവും കാര്യങ്ങളൊക്കെ. അച്ഛനെ പെൻഷൻ ആയി കഴിഞ്ഞപ്പോൾ കയർ ഫാക്ടറിയിൽ അവിടുത്തെ ഒരു സെക്യൂരിറ്റിയാണ്, എന്നാൽ മൊത്തത്തിൽ ചാർജ് ഉണ്ട്. അങ്ങനെ ഒരു കിച്ചണിന്റെ എല്ലാ ചാർജും കൊടുത്ത് ഒരു റോളും കൊടുത്ത് അച്ഛനവിടെ പോസ്റ്റ് ചെയ്ത് അച്ഛൻ പെൻഷൻ ആയപ്പോൾ ഞങ്ങൾക്ക് മക്കൾക്ക് തരാനുള്ളത് തന്നിട്ട് ബാക്കി എല്ലാം ആശ്രമത്തിൽ കൊണ്ട് കൊടുക്കുകയും എത്ര കൊടുത്തെന്ന ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അച്ഛൻ്റെ ആയാലും ഒന്നുമില്ല, സർവീസായിട്ട് നല്ലൊരു സംഖ്യ കിട്ടിയ അതൊന്നുമില്ല. അപ്പൊ അന്ന് ദീർഘവീക്ഷണമുള്ള എന്റെ സഹോദരിമാർ പറഞ്ഞിരുന്നു, അച്ഛൻ പ്രായമായി വരികയും അച്ഛൻ ഈ സൈക്കിളെല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ ഹെവി ഡ്രൈവർ അല്ലേ, ഒരു കാർ എടുക്കും, ഭാവിയിൽ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും, അല്ലെങ്കിൽ പഴയ വീടല്ലേ ഒരു ബാത്റൂം അറ്റാച്ച്ഡ്. അപ്പൊ അച്ഛൻ ഇതൊന്നും കേൾക്കാണ്ട് ഭക്തിയുടെ രൂപത്തിൽ അച്ഛൻ ഇതെല്ലാം കൂടെ കൊടുത്ത് ഇതെല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ നിർബന്ധപൂർവ്വം അച്ഛനെ പെൻഷനാക്കി ഒരു നിലവിളക്കം കൊടുത്ത് വീട്ടിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ അച്ഛൻ ഇപ്പൊ പറയുന്ന പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞ മോനെ തെറ്റുപറ്റിപ്പോയി. ഞാൻ പറഞ്ഞ തെറ്റുപറ്റിപ്പോയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ഞാൻ പേടിച്ചിരുന്നു പറഞ്ഞാൽ ഈ ഭക്തി മാർഗത്തിൽ ഈ സ്ഥലവും വീടും സത്യത്തിൽ അതായിരുന്നു നോട്ടം. എന്നെ ഇവിടെ നിന്ന് ഓടിച്ചിട്ട് അച്ഛനമ്മേനെ പറഞ്ഞിട്ട് ഈ സ്ഥലം വാങ്ങിക്കാന്നുള്ള രീതിയിലാണ്. പിന്നെ ഇവർ എന്ത് വിഷയം വന്നാലും ഇതിനകത്തെല്ലാം ഈ സാധാരണ പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്ക് ആത്മീയത കയറ്റും. അപ്പൊ എനിക്കിങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ ഈ ശിഷ്യപൂജിത വിളിച്ച പറഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ നല്ലവനാണ്, സനൽ എന്ന വ്യക്തി നല്ലവനാണ്, അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. പക്ഷേ ഏതോ ഒരു പിതൃക്കളുടെ ദോഷമാണ്, നമുക്ക് അറിഞ്ഞുകൂടെ പിതൃക്കൾ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ പിതൃക്കളുടെ ദോഷമാണ്, അതുകൊണ്ട് എല്ലാ മാസവും ഭക്ഷണം കൊടുക്കണം എൻ്റെ പേരിൽ, അതിനും ചെലവാണ്.
അപ്പൊ ഇത്രയും വർഷമാണ് ഇപ്പൊ 10 വർഷം ഈ കേസ് നടക്കുന്നത്. ഇത്രയും വർഷമായിട്ട് എൻ്റെ അച്ഛനും അമ്മയും അത് കണ്ടിന്യൂ ചെയ്യാൻ നേരെ നടക്കാൻ പോലും വയ്യ. അച്ഛനും വയ്യ, അമ്മക്കും. അമ്മയെ ഫുൾ ടൈം കിടപ്പാണ്. അച്ഛൻ്റെ കാലൊക്കെ നല്ല ബെൻഡായിട്ട് നടക്കാനും വയ്യ. എന്നാലും ഈ 2 വൃദ്ധ ടീമും എല്ലാ മാസവും കൊണ്ട് ഭക്ഷണം കൊണ്ട് കൊടുക്കുകയും പിന്നെ സഹോദര ജീവിതം ഇതെല്ലാം വഴിയാണ്. അങ്ങനെ ഞങ്ങളുടെ കുടുംബം മുഴുവൻ. പക്ഷെ ഞങ്ങളുടെ കുടുംബക്കാരിൽ ആശ്രമത്തിൽ പോകാത്ത ആൾക്കാരെയും ഈ ആശ്രമമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരെയും ജീവിത രീതി എടുത്തു നോക്കിയിട്ട് പകൽ വ്യത്യാസമാണ്. അപ്പൊ അങ്ങനെ കുറെ കാര്യം. പിന്നെ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നല്ലതല്ല. അപ്പൊ നമുക്ക് ഈ അടുത്ത് അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ, ഈ അടുത്തല്ല, നമുക്ക് ഒരുപാട് സന്യാസിമാർ അവിടെ നിന്ന് പോയിട്ടുണ്ട്, ഒരുപാട് സന്യാസിനിമാർ പോയിട്ടുണ്ട്. അപ്പൊ ഇത് പോകുന്ന കാര്യം ഇവര് പറയുന്നു പറഞ്ഞാല് അത് മനുപരമ്പര വന്ന തെറ്റാണ്, അല്ലെങ്കിൽ ത്രേതായുഗത്തിൽ വന്നതാണ്, അല്ലെങ്കിൽ മറ്റേ യുഗത്തിൽ. ഇങ്ങനെ ഓരോ യുഗങ്ങളൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പറ്റിക്കുകയും. ഇതില് പ്രധാനമായിട്ടും പോയിട്ടുള്ള ആദ്യമായിട്ട് പോകുന്ന പറഞ്ഞാൽ ദയ. അത് ഭയങ്കര വിവാദമായി. മയ്യനാണ് ആ ദയയുടെ വീട്. ഗുരുനാഥ സ്വാമി പുറകെ പോയിട്ട് അവിടെ നാട്ടുകാർ തല്ലിയിട്ട് ഒരു വീട്ടിൽ ചെന്ന് കയറിയിട്ട് അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് പോരുന്നതാണ്. അപ്പൊ നമുക്ക് സത്യത്തിൽ അന്ന് ദയോട് എനിക്കൊക്കെ വെറുപ്പായിരുന്നു. കാരണം നമുക്ക് ഈ ആത്മീയം ഇങ്ങനെ കയറിയിരിക്കുന്നു. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് അതിനൊക്കെ സത്യാവസ്ഥ വരുന്നത്. ദയ പോയിട്ടുണ്ട്, ഒരു ജിയോ എന്ന് പറഞ്ഞ സ്വാമി പോയിട്ടുണ്ട്, പിന്നെ രാജം പറയീസ്, ഒരു നിസ്സംഗായനെ. അത് ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ ഉള്ള ജനനിയായിരുന്നു, ഇടുക്കിക്കാരിയാണ്. അത് ആ ജനനി ഇപ്പൊ സാധാ വേഷത്തിൽ വസ്ത്രമൊക്കെ ഇട്ട് എറണാകുളത്ത് ഇപ്പൊ വിവാഹം ചെയ്ത് ജീവിക്കുന്നു. അവരുടെ പേര് അറിയാം? അവരുടെ പഴയ പേര് എനിക്ക് അറിഞ്ഞൂടാ. നിസ്സംഗായനി എന്നാണ്. കാരണം നമ്മൾ കൊച്ചിലോട്ട് കാണുന്ന ഒരു ജനനി നിസ്സംഗായനി. അതായത് ആ ജെന്നിയുടെ സഹോദരന്മാരൊക്കെ എൻ്റെ കൂട്ടുകാരാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ബന്ധമുണ്ട്. അപ്പൊ നമ്മൾ കുഞ്ഞിനെ നിൽക്കുമ്പോൾ ഈ ജെന്നിയൊക്കെയാണ് നമ്മുടെ വാത്സല്യത്തോട് സ്നേഹത്തോടൊക്കെ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ അവരെല്ലാം പോകുമ്പോൾ ഇവർ പറയുന്നത് മറ്റേ പരമ്പരയ്ക്ക് പറ്റിയ തെറ്റാണ്, പിതൃക്കുള്ള ദോഷമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു ദോഷമല്ല, ഇവരുടെ ദോഷങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് അവരിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവർ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി. അതായത് ഗുരുരത്നസ്വാമിന്റെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നവരെ ഇവര് ദോഷമായി ചിത്രീകരിക്കും. ഇപ്പൊ അവസാനം നമുക്ക് വന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാല് പിന്നെ ഇപ്പൊ ഒരു സ്വാമി മിസ്സായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പത്മപ്രകാശ് എന്ന്, പഴയ പേര് മനോജ് എന്നങ്ങനെയാണ്. മനോജ് ഡൽഹിയില് ഒരുപാട് നല്ല അതായത് നല്ലൊരു ക്യാരക്ടറുള്ള സ്വാമി. എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു സ്വാമി. അദ്ദേഹത്തിന്റെ സഹോദരൻ പാലക്കാട് മാധ്യമത്തിൽ എന്തോ മിസ്സിംഗ് കേസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാമി പോയെന്ന് പറഞ്ഞപ്പോ തന്നെ ഇവർക്ക് അങ്ങ് ടെൻഷനായി. കാര്യം മറ്റുള്ളവർ പോയത് പോലെ അല്ല. കാര്യം മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസ കുറവുണ്ട്, കാര്യശേഷി കുറവുണ്ട്. പക്ഷെ ഇദ്ദേഹം എന്ന് പറഞ്ഞാല് ഇത്തിരി എഡ്യൂക്കേറ്റഡ് ആണ്, അത്യാവശ്യം നോളജ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അദ്ദേഹം ഈ ഗുരുനാഥ സ്വാമിയുടെ പല കാര്യങ്ങളും അറിയാം, രഹസ്യങ്ങൾ അറിയാം. ഗുരുനാഥ സ്വാമി മദ്യപിക്കുന്ന കണ്ടിട്ടുണ്ട്, ഗുരുനാഥ സ്വാമിക്കുള്ള പെണ്ണ് വിഷയങ്ങൾ അറിയാം. അപ്പൊ ഇതിന്റെ അറിയാവുന്ന മാത്രമല്ല, ഇതിന്റെ എല്ലാ എവിഡൻസും ഒരു ദൃശ്യം ഇദ്ദേഹത്തിന്റെ അടുത്തുണ്ടെന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഇതിന്റെ വീഡിയോ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് ഈ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഈ ആശ്രമത്തിന് നമ്മളായിട്ട് ഒരു കളങ്കം വരത്തിലും എന്നൊരു പേടി പുള്ളിക്കുണ്ട്. ഞാനതാണ് എന്റെ ഹൈക്കോടതിയിലെ കേസല്ല ഞാൻ വിഡ്രോ ചെയ്യാൻ കാരണം. അപ്പൊ അദ്ദേഹത്തിനും ഇപ്പൊ ഈ ഗുരു ഉണ്ടാക്കിയ പ്രസ്ഥാനം നല്ലതാണ്. അത് ഗുരു വളരെ കഷ്ടപ്പെട്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാണ്ടിരുന്നു. അതായത് ഗുരു ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ നിൽക്കുന്നവർ പറയുന്നത് ആരും വരല്ലെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. കാര്യം വന്നു കഴിഞ്ഞാൽ ഗുരു ആ ഭക്ഷണം അവർക്ക് കൊടുക്കുകയും. അതായത് ശാന്തിരാശ്രമം പണ്ട് പപ്പക്കോല് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതായത് ഈ നേരത്തെ വിനീഷ് സംസാരിക്കുന്ന ഞാൻ കേട്ടായിരുന്നു, മറ്റേ പ്രസിഡന്റ് സ്വാമി സുന്ദരേശൻ വർക്കലക്കാരി. അദ്ദേഹമാണ് ഗുരുവിന് ഈ സ്ഥലം കൊടുക്കുന്നത്. അവിടെ കപ്പയും ഇതൊക്കെ വെച്ചാണ് കുടില് വെക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് എല്ലാവരും സേവനമായിട്ട് ചെയ്ത് അങ്ങനെ ഒരു ഇൻകം ഉണ്ടായിട്ടാണ് ആശ്രമം ഇന്നീക്കണമെന്ന നിലയിലേക്ക് ആയത്. ഇതിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്ന ഇപ്പൊ ഗുരുനാഥ സ്വാമി. ഇതിപ്പോ ഈ കരുണാകര ഗുരു സ്ഥാപിച്ച സമയത്ത് എത്ര സെന്റ് സ്ഥലമായിരുന്നു ഇവിടെ ആശ്രമത്തിനുണ്ടായിരുന്നത്? അയ്യോ കറക്റ്റ് ആയിട്ട് എനിക്ക് അങ്ങനെ ഏകദേശം നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചില്ല. കാര്യം നമ്മള് വലിയൊരു പ്രസ്ഥാനമാണെന്ന് മാത്രമേ, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതല്ല ഞാൻ ചോദിച്ചത്, ഇത് സ്ഥാപിക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പൊ ഗുരുവിന്റെ ജന്മഗ്രഹമാണല്ലോ ഇവിടെ. അപ്പൊ ഇവിടെ ഇട്ട് ബന്ധപ്പെട്ട് എത്ര സ്ഥലം ഉണ്ടായിരുന്നു? അപ്പൊ വലിയ ഏക്കർ കണക്കിനുണ്ടായിരുന്നു. 10 സെന്റ് ഗുരുവിന് അവിടെ നിസ്സാര സ്ഥലം ഉണ്ടായിരുന്നു. പിന്നീടാണ് കുറച്ച് ഇങ്ങനെ വന്നതൊക്കെ വില കുറവല്ലേ. കാര്യം എന്ന് പറഞ്ഞാൽ മുട്ടക്കുന്ന ഈ പോത്തങ്കോട് എന്ന് പറഞ്ഞാൽ ഇതേപോലെ സ്ഥലമില്ല, ആരുമില്ലാത്ത സ്ഥലങ്ങളായിരുന്നു. അവിടെയാണ് ഗുരു സ്ഥലം വെച്ച് ഇങ്ങനെ ഗുരു താമസിക്കുന്നത്. പിന്നെ ഈ ആശ്രമത്തിൽ 10 സെന്റ് ഉണ്ട്. അതിനുശേഷം വാങ്ങിക്കുന്ന പറഞ്ഞാല് ഒരു സ്ഥലം വാങ്ങിക്കുമ്പോൾ ഇത് ആശ്രമത്തിന്റെ പൈസ അല്ല, വിശ്വാസികളായ എല്ലാവരും. ഇപ്പൊ എന്റെ സാമ്പത്തികം അനുസരിച്ച് ഞാനൊരു 1000 കൊടുക്കുമ്പോൾ കാശലൻ 10,000 കൊടുക്കും, അതിൽ കൂടിയുള്ള ലക്ഷങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും പിരിവാണ് എല്ലാ കാര്യങ്ങളും.
അപ്പൊ ഇതിനൊക്കെ പിന്നെ ചന്ദ്രൂരിൽ എന്തോ പ്രശ്നങ്ങളുണ്ടായി, സാമ്പത്തിക ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞ് എന്റെ അമ്മ അച്ഛൻ പെൻഷനായപ്പോ ആകെ കൂടെ വാങ്ങിച്ചു കൊടുത്തൊരു വലിയൊരു മാലയും, അമ്മക്ക് പൈസ കൊടുക്കാൻ പറ്റില്ലല്ലോ, ഭാര്യയല്ലേ, ഒരു മാലയും വളയും കൊടുത്തിട്ട് ഇവര് മുമ്പേ നിൽക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാല് കാശുള്ളവൻ ഇവരെ പെണ്ണുങ്ങളെ കാണിച്ചുകൊണ്ട് മാലയും ഇതെല്ലാം ഊരിയും വെക്കും. അപ്പൊ ഇവരും ഭക്തി കൊണ്ട് ഊരി വെക്കും. പക്ഷെ ഇവൻ കുറച്ച് കഴിയുമ്പോൾ ആദ്യം ഊരുന്നവൻ കുറച്ച് കഴിയുമ്പോൾ കുറെ കൂടി പോയി സാധനം കൊടുക്കും, നാടകം. അപ്പൊ അവര് രഘുവര സാർ എന്ന് പറയുന്ന അരൂരുള്ള പുള്ളി റിട്ടയർഡ് SI ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ മാല ഊരി വെക്കുന്നു, വളവ് ഊരി വെക്കുന്നു. അപ്പൊ അമ്മക്ക് ഭക്തി ഇങ്ങനെ മൂത്തിരിക്കില്ല. അമ്മയും നേരെ അച്ഛൻ കൊടുത്ത മാല, അച്ഛന് ഇത്രയും വർഷം സമ്പാദ്യവും, അത് ഊരി വെച്ച്. അപ്പൊ ഇത് എന്റെ സഹോദരിമാരെ പറഞ്ഞ അമ്മ അത് അങ്ങനെ ആശ്രമത്തിന് കൊടുക്കേണ്ട കാര്യമില്ല, ആശ്രമത്തിന് അതിന്റെ കാര്യങ്ങളുണ്ട്, ഇത് ആശ്രമത്തിന് കടമില്ല, ഒരു രൂപയിലും കടം ഉണ്ടാക്കാണ്ട പോയിരിക്കുന്നത്. പിന്നെ ഈ കടം എവിടുന്നാണ്? ഇത്രയും സ്ഥാപനങ്ങളും ഇത്രയും കാര്യങ്ങളും നല്ല രീതിയിൽ പോകുന്നു, ആൾക്കാർക്ക് തുച്ഛമായ ശമ്പളവും കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ നഷ്ടത്തിൽ വരും? അങ്ങനെ അത് തിരിച്ചു വാങ്ങിക്കാൻ പറഞ്ഞാൽ അമ്മേനെ ബ്രെയിൻ വാഷ് ചെയ്ത് അമ്മ തിരിച്ചു വാങ്ങിച്ചോണ്ട് അമ്മയുടെ കാര്യത്തിലുണ്ട്. ഈ അമ്മയുടെ കൂടെ കൊടുത്ത ആർക്കും ഈ സാധനം ഒന്നും കിട്ടിയിട്ടില്ല. അതിനുശേഷം ഇവിടെ നന്മ ചിട്ടി ഫണ്ട് നമ്മൾ സംഭവം ചേർന്നായിരുന്നു. അച്ഛനെ ഓർത്തൊരു തുക കൈ കിട്ടുമല്ലോ, ആശ്രമത്തിനല്ലേ വിശ്വസിക്കാം. പക്ഷെ അച്ഛൻ ഇപ്പൊ മനസ്സിലായി എവിടെ ചേർന്നാലും ആശ്രമത്തിൽ ചേരുന്നു. ഇപ്പൊ അച്ഛൻ പറയുന്നു കാര്യം അച്ഛൻ ഈ പൈസ വാങ്ങിച്ചെടുക്കാൻ പറ്റ പാടെന്ന് പറഞ്ഞാൽ ഒരുപാട് പാടയും ചോദിക്കുമ്പോൾ പറയുന്നത് ആശ്രമം കടമാണ്, ഈ പൈസ സമർപ്പിച്ചേക്കാനാ പറയുന്നത്. അപ്പൊ അച്ഛൻ പറഞ്ഞു സമർപ്പണം എന്നുള്ള ഒരു വ്യക്തി സ്വയമേ തീരുമാനിച്ച് ചെയ്യേണ്ടതാണ് സമർപ്പണം, അല്ലാണ്ട് ആരും നിർബന്ധിച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്ക് സമർപ്പണമൊക്കെ എന്റെ കഴിഞ്ഞ്, ഇനി സമർപ്പിക്കാൻ വേണ്ടി എന്റെ ഒന്നുമില്ല, അതുകൊണ്ട് പൈസ തിരിച്ചിടണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനോട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് എനിക്കന്നൊരു ഒരു പേടി ഉണ്ടായിരുന്നു, ഇനി ഇവന്മാർ അച്ഛനവരും ചെയ്യൂ. അങ്ങനെ അച്ഛൻ ആ പൈസ വാങ്ങിച്ചപ്പോ അച്ഛനോട് പറഞ്ഞു ഇത് വേറെ ആരും അറിയരുത്. അപ്പൊ വേറെ ആരും അറിയരുത് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാരെല്ലാം ചൂഷണം ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഈ ബിജു എന്ന് പറഞ്ഞ മരണപ്പെട്ട അജിത്ത് എന്നുള്ള ഇതിലുള്ള ഈ സംശയത്തിന് എതിരായിട്ട് ഇപ്പോ എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഇപ്പൊ നിലവിലുണ്ടോ? പരാതി ഉണ്ട്, ഹൈക്കോടതി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി ഞാൻ വിഡ്രോ എന്ന് വിചാരിക്കും, പക്ഷെ എനിക്ക് റീ ഓപ്പൺ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ എന്നെക്കാളും വളരെ വാല്യുബിളായിട്ടുള്ള സ്വന്തം അമ്മ കൊടുത്തിട്ടുണ്ട്, സഹോദരൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഏതോ ഒരു പ്രവാസ ശബ്ദം അങ്ങനെ എന്തോ ഒരു ചാനലില് അവരമ്മ കരഞ്ഞോണ്ടാ പറയുന്നത് എന്റെ മോനെ കൊണ്ട് കൊന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ ചന്ദ്രബാബുവിന്റെ അനിയന്റെ ഭാര്യ നല്ലൊരു പെൺകുട്ടിയാണ്. ആ തനിമഹിമ, ആ പേര് പോലെ തന്നെ നല്ലൊരു തനിമഹിമ, ആശ്രമത്തിൽ നിന്ന് വളർന്നൊരു കുട്ടി. അപ്പൊ അതുകൊണ്ട് മോശം, ഗുരുവിന്റെ കൂടെ നിന്ന് വളർന്നത്, അതുകൊണ്ട് മോശം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ വളർന്ന പിള്ളേരാണെങ്കിൽ ഇവരുടെ കൂടെ നിന്ന് ഇവരുടെ കാഴ്ചപ്പാടിൽ വളർന്ന പിള്ളേരാണെങ്കിൽ മോശമായി പോകും. പക്ഷെ ഗുരുവിന്റെ കൂടെ നിന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ ആ ഒരു ബഹുമാനം അതൊക്കെയുള്ള നല്ലൊരു, ആ പേര് പോലെ തന്നെ നല്ലൊരു വിനയമുള്ള വേണം. ആ പെൺകുട്ടി ഇത് കാണാൻ കൊള്ളാമെന്ന് ഇത്തിരി വെളുത്തതൊക്കെ ആയതുകൊണ്ട് ഈ ഗുരുവിന് സ്വാമി എന്തോ നമ്പറൊക്കെ ഇട്ട് തന്നു. എല്ലാം വഴങ്ങുന്ന പോലെ ഇത് വഴങ്ങുന്നു. പക്ഷെ അത് നേരെ കൊണ്ട് കേസ് കൊണ്ട് കൊടുത്തിരിക്കുകയും. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പീഡനത്തിന് അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അറിയാൻ പറ്റുന്ന പറഞ്ഞാൽ ഈ ഒരു കേസിലെങ്കിലും പുള്ളി കോടതി വരേണ്ടി വരുന്നതാണ്. കാര്യം പോലീസിന് സ്വാധീനമുണ്ട്, മന്ത്രിമാരുടെ സ്വാധീനമുണ്ട്. പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരു ചുക്കും എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. അത് കോടതിയുടെ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അലമാരി തികയത്തില്ലെന്ന് പറയുന്നു ഈ ഗുരുവെന്ന സ്വാമിനെ കൊണ്ടുള്ള പരാതി കൊണ്ട്. അപ്പൊ നമ്മളിപ്പോ 5 പേരും കൂടി ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത് വേറൊന്നുമല്ല, ഈ പത്മപ്രകാശ് സ്വാമി ആ ഓഡിയോയിൽ പറയുന്നുണ്ട്. ഈ ഓഡിയോ ശരിക്കും പറഞ്ഞാല് പബ്ലിക്കായിട്ട് വിട്ടതല്ല, ആശ്രമ കമ്മിറ്റിയിലേക്ക് വിട്ട കാര്യങ്ങളാണ്. അതായത് പുറത്തറിയാതിരിക്കാൻ വേണ്ടി ഇന്ന പോലെ കാര്യങ്ങളുണ്ട്, ഗുരുസ്വാമി ഇത്ര ഫ്രോഡാണ്, ഇന്ന പെണ്ണായിട്ട് ഇങ്ങനെ ബന്ധമുണ്ട്, അത് നിങ്ങൾ ആ രീതി കൈകാര്യം സ്വാമിയെ പുറത്താക്കണമെന്ന് അതിനുവേണ്ടിയാണ് പുള്ളി ശ്രമിച്ചത്. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് ഇത് അങ്ങനെ ഒരു തീരുമാനം വന്നില്ലെങ്കിൽ എന്റെ കയ്യിലിരിക്കുന്ന സ്വാമിയുടെ എന്തോ വൃത്തികെട്ട കുറെ വീഡിയോസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഈ ഒരു സന്യാസി പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാം, സാധാരണ ഒരു വ്യക്തി പോലെയല്ല. അത്രയ്ക്കും ഒരു ക്ലീൻ ഇമേജ് ഉള്ള ഒരു കക്ഷിയാണ് ഈ പത്മപ്രകാശ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ ആശ്രമത്തിന് ചീത്തപ്പേര് ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഈ വീഡിയോ വിടുന്നത്, ഈ ഓഡിയോ ഞാൻ വിടുന്നത്. അപ്പൊ ഇതിന്റെ പേരിൽ ഒരു ആക്ഷൻ എടുത്തില്ല എങ്കിൽ ഞാനിത് മുന്നോട്ട് പോകും, പ്രസ്ഥാനത്ത് ചീത്തപ്പേര് വന്നാലും കുഴപ്പമില്ല, ഞാൻ ഈ വീഡിയോയും കാര്യങ്ങളും നിയമപാലകരെ ഏൽപ്പിക്കുമെന്നും പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. പക്ഷെ 2 മാസമായിട്ട് പുള്ളിനെ കുറിച്ച് ഒരു അറിവില്ല. അപ്പൊ ആ ഓഡിയോയിൽ പുള്ളി വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്റെ ജീവനും ഭീഷണിയുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഗുണ്ടാ സംഘങ്ങളും തീവ്രവാദി സംഘങ്ങളുടെ ബന്ധക്കാരും എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞാല് പല ക്രിമിനൽ കേസിൽ പെടുന്ന ആൾക്കാരും ഒളിത്താവളമായിട്ട് ഈ ഇവിടെ വന്ന് നിൽക്കുന്നത്. കാര്യം ഇവിടെ പഞ്ചാർമം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിനകത്തേക്ക് ആരും കയറാറില്ല. അപ്പൊ ഈ സ്വാമിയും അങ്ങനെ ഒരുപാട് ഫ്രോഡാണ് പുള്ളി, ചികിത്സയുടെ മറവിലായിട്ട് ഒരുപാട് പേരെ പൈസ കൊടുത്ത് പറ്റിക്കുകയും അങ്ങനെ എങ്ങനെയാ കാര്യങ്ങൾ.
അവിടെ ആയുർവേദ ചികിത്സ നടക്കുന്ന ആയുർവേദ ചികിത്സ ഉണ്ട്, പക്ഷെ അതെല്ലാം പുള്ളി പറയുന്നതിനപ്പുറത്തേക്ക് ഇല്ല. ഇപ്പൊ ശിഷ്യപൂജിത ജനി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അവരാണ് അവിടുത്തെ മെയിൻ. പക്ഷെ ഇദ്ദേഹം ആ ശിഷ്യപൂജിത ജനി എന്ന് പറഞ്ഞ ജനനി എന്ന വാക്കിന്റെ അർത്ഥം അമ്മയെന്നാണ്. അപ്പൊ അമ്മേനെ തെറി പറയുക എന്ന് പറഞ്ഞാല് അതൊരു സംസ്കാര ശൂന്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പൊ ഈ ജനനീനെ ഈ ഗുരുവന്ദ സ്വാമി വിളിക്കുന്ന എടി കയറിപ്പോടി അങ്ങനെയുള്ള വാക്കുകളൊക്കെ പല ആൾക്കാരും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാനിപ്പോ ആശ്രമോട്ട് ഇപ്പൊ എനിക്ക് കയറാൻ പറ്റത്തില്ല. ഞാൻ കാര്യം എനിക്ക് ഗുരുവിനെ പോയി കാണണമെന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാനൊന്ന് ഗുരുവിനെ കാണാൻ പോയതിന് ക്ഷീണം എനിക്ക് മാറിയിട്ടില്ല, ഒരുപാട് കേസ് കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ നമ്മൾ ആരാധിക്കുന്ന ഗുരുവിനെ അവിടെ പോയി കാണണമെന്നില്ല. എന്റെ വീട്ടില് പൂജാമുറിയും കാര്യങ്ങളുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലും. എത്ര വയസ്സുണ്ട് ഇയാൾക്ക്? ഈ ഗുരുവന്ദ സ്വാമി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 43-44 വയസ്സ് അത്ര ഉണ്ടാവുള്ളൂ. കാര്യം അവിടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വന്നേന്. പക്ഷെ ഗുരു പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ ഈ ഇവന്റെ ചേട്ടനുണ്ട്, ചേർത്തൽ അനില്. ആ അനില് കാരണം ഒരു സന്യാസിയുടെ ജീവിതം തറന്ന അമലാജനി എന്ന് പറയും. ആ ജനീനെ പ്രേമം എന്നൊക്കെ പറഞ്ഞ് അത് ഭയങ്കര ഞങ്ങൾക്ക് പഴയ ആൾക്കാർക്ക് എല്ലാം അറിയാം. കുറെ വിഷയമുണ്ട്. ലാസ്റ്റ് ഈ ജനീനെ മാനസിക ഹോസ്പിറ്റലിൽ പേരിൽ കൂടെ കൊണ്ടുപോകുമ്പോഴൊക്കെ ഞാൻ അന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് അവിടെ ആശ്രമത്തിലുണ്ട്. അപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ ഇവർക്ക് മോശമായിട്ട് വരുന്നവരെ മാനസിക രോഗിയായിട്ട് മാറ്റി. അപ്പൊ ഗുരു അന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ആരും ഒന്നും ചെയ്യാനും വേണം, അത് പറഞ്ഞു വിട്ടേര്. ഒരു 3 തലമുറ അന്ന് ഞാൻ ആശ്രമത്തിലുണ്ട്. 3 തലമുറ കഴിയുന്നവരെ അവരെ ഈ ആശ്രമമായിട്ട് ഒരു രീതിയിലും ബന്ധപ്പെടുത്തരുത്. വേറെ ഒന്നുമല്ല, അവരിത് നശിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ വാശിയാണെന്ന് പറഞ്ഞില്ല. കാര്യം ഇപ്പം ഞാൻ ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുവിൻ്റെ വീട്ടിൽ പോകാറുണ്ട്. ആ ഗുരുകുലം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ ഒരു പവിത്രതയോടെയാണ് അത് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത്. പക്ഷേ എനിക്കിവിടെ അറിയാൻ പറ്റിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ ആശ്രമത്തിൽ പോകാറില്ല, എൻ്റെ കുടുംബക്കാരെല്ലാം അവിടെ പോകുന്നു അറിയാൻ പറ്റിയെന്ന് പറഞ്ഞാൽ വളരെ വേദനയുടെ കാര്യമാണ്. കാര്യം ഗുരു ഉപയോഗിച്ച സാധനങ്ങളെല്ലാം മാറാലയും പിടിച്ച് ദൂരെ വലിച്ചു തന്നിട്ടിരിക്കും. അതായത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇപ്പൊ ഗുരുവിന്റെ ഫോട്ടോ ഉണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഒരു നിഗമനം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ ഫോട്ടോ പോലെ അവിടെ നിന്നെടുത്ത് മാറ്റിയിട്ട് ഗുരു എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. ഇപ്പൊ ശിഷ്യപൂജിതയാണ് ഗുരുവായിട്ട് കാണുന്നത്. അപ്പൊ ഗുരു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു പെണ്ണല്ല, അതായത് ഒരു സ്ത്രീയല്ല ഗുരുവായിട്ട് വരുന്നത്. മഠാധിപതി എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴക്കമുള്ള സന്യാസിമാരുന്നു. അറിവുള്ള ഒരാളെ തെരഞ്ഞെടുത്തിട്ടാണ് മഠാധിപതിയാക്കുന്നത്. അപ്പൊ അതിന് യോഗ്യതയുള്ള ഒരു സന്യാസി ഇന്നും അവിടെ ഉണ്ട്. ഗുരു കഴിഞ്ഞ് എല്ലാവരും ബഹുമാനിക്കുന്ന സത്യപ്രകാശ എന്ന് പറഞ്ഞ സ്വാമിയുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഒരു 5 വർഷം എറണാകുളത്ത് 1 രൂപ പോലും വാങ്ങിക്കാണ്ട് സേവനം ചെയ്തിട്ടുള്ളൂ എന്റെ നല്ല പ്രായത്തിൽ. കാര്യം വീട്ടിൽ വലിയ ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. 2 സഹോദരന്മാരെ കല്യാണം കഴിഞ്ഞ് അച്ഛൻ ഒരു ഗവൺമെന്റ് ജോലിയാണ്, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പൊ ഞാൻ സത്യപ്രകാശ സ്വാമിയുടെ കൂടെ സോപ്പ് വാങ്ങിക്കാൻ പൈസ തരും, അങ്ങനെ എന്തെങ്കിലും ഫുഡും കിട്ടും. നമ്മളൊരു സേവനമായിട്ട്, കാരണം നമ്മളൊരു പ്രസ്ഥാനമായിട്ട്, അല്ലെ വേറെ ജോലിക്ക് പോകാൻ മടികളുണ്ടല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ വെളുപ്പിന് നോക്കും, രാത്രി 12 മണിക്ക് ആ സ്വാമിയുടെ കൂടെ പോയി ഞങ്ങൾ താഴത്തെ ഒരുമിച്ച് കിടക്കുന്നു. ഇന്നത്തെ സന്യാസിമാരെന്ന് ഹൈടെക്കാണ്, അവർക്ക് AC വേണം. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ ചന്ദ്രൂര് ഇവിടെ ചെമ്മീത്തലയൊക്കെ ചുമന്ന് നടന്ന കക്ഷിയാണ്. ഞാൻ മോശമായിട്ട് പറയുന്നില്ല, അദ്ദേഹം സ്വാമി ആയി കഴിഞ്ഞപ്പോൾ വന്നിട്ട് പറയും ഇവിടുത്തെ ചൂട് പറ്റുന്നില്ല. അപ്പൊ ആ രീതിയിലൊക്കെയാണ് അവർ. പക്ഷെ ത്യാഗം എന്ന് പറഞ്ഞ സംഭവം ആർക്കുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എറണാകുളം സ്വാമി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നു പറഞ്ഞ് ഈ കഞ്ഞി കൊടുക്കുന്ന സമയത്ത് ഈ കഞ്ഞി കുറവായിരിക്കും, ചോറ് കുറവാ, വെള്ളം കൂട്ടിയിടും. അപ്പൊ ഇത്തിരി ചോറ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായെന്ന് പറയാം. അത് നമുക്ക് അത്ര മനസ്സിലാകാൻ വേണ്ടി. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇവര് 5 സ്റ്റാർ ഫുഡേ കഴിക്കുകയുള്ളൂ, 5 സ്റ്റാർ ഹോട്ടലിലെ താമസിക്കുകയുള്ളൂ. ഇപ്പൊ ചന്ദ്രൂര് തന്നെ വന്നു കഴിഞ്ഞാൽ ആശ്രമത്തിൽ താമസിക്കുന്നത്. ഇപ്പൊ ആശ്രമത്തിൽ ഒരുപാട് സൗകര്യമുണ്ട്. അരൂര് പിന്നെ എയർ റെസിഡൻസ് പറഞ്ഞുണ്ട്, ബാറാണ്ട് ഹോട്ടല്, അവിടെയാണ് താമസിക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ കൊതുകുടി ഉണ്ടാകും ഗുരുവൊക്കെ ഈ പ്രസ്ഥാനം ഇത്രയും വളർത്തിയെടുത്തു. ഇന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഹൈടെക്കാണ്. വില കൂടിയ മൊബൈലുകൾ, ലാപ്ടോപ്പ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇതെല്ലാം വേണം. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം വേണം. പക്ഷെ അതൊക്കെ നല്ല രീതിയിലല്ല ഇവർ യൂസ് ചെയ്യുന്നത്. ഈ സത്യപ്രകാശ് സ്വാമി പുറത്തുവിട്ട ചില സ്ക്രീൻഷോട്ടുകളൊക്കെ പത്മപ്രകാശ് സ്വാമി ഇപ്പൊ ഡൽഹിയിലുണ്ടായിരുന്നു, അപ്പൊ മിസ്സിംഗ് ആയിട്ടുള്ള ആള്. അപ്പൊ അദ്ദേഹം പുറത്തുവിട്ട ചില വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. സ്നേഹ ഗുരുമത്ത സ്വാമിയുടെ ഫേസ്ബുക്ക് ഫ്രണ്ടായിരുന്നു. അപ്പൊ നല്ല പോളിശ്ശേരിയായിട്ട് ഗുരുമത്ത സ്വാമിയുടെ ഇദ്ദേഹം പറയുകയാണ് എനിക്ക് പരിചയപ്പെടുത്തണമെന്ന് പറയും. ആ പരിചയപ്പെടല് അത് ഒരു വഴിവിട്ട ബന്ധത്തിലേക്ക് പോവുകയാണ്. അത് ഈ സ്നേഹം തന്നെ പറയുന്നുണ്ട്, വഴിവിട്ട രീതിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്തോ സ്വാമിനെ സ്വന്തം ഒരാളായിട്ട് കണ്ടെടുത്തു. പക്ഷെ സ്വാമിക്ക് വേറെ ബന്ധങ്ങളുള്ളപ്പോൾ സ്ത്രീകൾ അങ്ങനെയാണല്ലോ, അതിനെ എതിർത്ത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഭീഷണി ഉണ്ടായത്. അതൊക്കെയാണ് അവിടെ പബ്ലിക്കായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഉഷ അല്ലേ, അങ്ങനെ നമ്മുടെ പഴയ സന്തോഷ് മാധവൻ കേസ് കൂടെ നിന്ന ഉഷയാണ് ഈ ഗുരുവന്ദ സ്വാമിക്ക് പുതിയ പെൺകുട്ടികളെ കൊടുക്കുന്ന രീതിയിലാണ് ഈ സ്നേഹപുറത്ത്. നമുക്ക് അറിഞ്ഞുകൂടാ, സ്നേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കറിയുന്നത്. അപ്പൊ അങ്ങനെ സ്നേഹം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതല്ല, ഇത് പത്മപ്രകാശ് സ്വാമിക്ക് വോയിസ് ചെയ്താണ് പത്മപ്രകാശ് സ്വാമി ഇത് പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പേടിയാണ് കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ പറഞ്ഞ സ്നേഹ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്
പോത്തൻകോട് ആശ്രമത്തിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നൊരു വിവരം കിട്ടിയിരുന്നു. ആശ്രമത്തിൽ വന്നിട്ടുണ്ടായിരുന്നല്ല, ഈ സ്വാമിയുടെ കൂടെ സ്വാമി എവിടെയോ അവിടെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത് അറിയുന്നു. അവർക്ക് എന്തോ ഓഫർ പറഞ്ഞിട്ടുണ്ടെന്നോ അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവര് ദുബായിലായിരുന്നല്ലോ, അവര് ദുബായിലായിരുന്നു. അപ്പൊ അവരുടെ വോയിസ് ക്ലിപ്പൊക്കെ നമുക്ക് കേട്ടപ്പോൾ അത് സാധാരണ ആ മെസ്സേജ് ചാറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാല് ഈ എന്താ നാലാംകട ഈ വെറും ലോക്കലായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഇതല്ല, തെളിവ് ഉൾപ്പെടെയാണ് ചാറ്റിങ്ങിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോ 5 പേര് കേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മരിക്കാൻ പേടിയില്ല, അങ്ങനെ ഒന്നിനും പേടിയില്ല. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മൾ മുന്നിൽ ഒരു ആക്സിഡന്റ് കണ്ടുകൊണ്ടാണ് നമ്മുടെ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാല് അവിടെ ഒട്ടനവധി ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ മരിച്ചത് അങ്ങനെ 2 മണിക്ക് അങ്ങാണ്ട് സാമിയുടെ വലം കൈയായിരുന്നു. അവൻ പോയിട്ട് അവനിങ്ങനെ ആക്സിഡന്റ് മരിച്ചെന്ന് പറഞ്ഞു. തെളിവില്ലല്ലോ. 2 മാസം മുമ്പ് ആ പയ്യന്റെ പേര് ഞാൻ മറന്നുപോയി. ചന്ദ്രസേന. സ്വാമിയുടെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന, അതായത് സ്വാമിയുടെ കൂടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് പെട്ടെന്ന് മരിക്കുന്നത്. ഇപ്പൊ ജോർമസ്വാമിയുടെ ഒക്കെ മരണമെന്ന് പറഞ്ഞാൽ നമുക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. കാര്യം ഈ പഴയ ആൾക്കാർ പോയാൽ മാത്രമേ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള രീതി കൊണ്ടുവരാൻ പറ്റൂ. അപ്പൊ ഈ 12 വർഷം ബ്രഹ്മചാരിയായി ത്യാഗപ്പെട്ട് ജീവിക്കുന്ന സന്യാസിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ പറഞ്ഞ ഈ യുവ തലമുറയുള്ള ഒരു ഒറ്റ സന്യാസിയായിട്ട് അവിടെ കാണുന്നത്. അപ്പൊ ഈ യുവതലമുറയുള്ള സന്യാസിമാരെന്ന് എല്ലാം നമുക്കറിയാവുന്ന എല്ലാം ഊടായ്പന്നെ അങ്ങ് അറ്റമുണ്ട്. ഇപ്പൊ ഒരു സാബു എന്നുള്ള സന്യാസിയുണ്ട്. അവൻ നാട്ടിൽ നിന്ന് MK എന്ന് വിളിച്ച് പുത്തനങ്ങാടിയിൽ വിടും. നാട്ടിൽ നിന്ന് പെണ്ണ് കേസും പിന്നെ ക്യാഷും അങ്ങനെ ഒരുപാട് വിഷയം വന്നിട്ട് ചന്ദ്രര് വന്ന് നിർത്തിയിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് വളർന്നു വരുത്തണം. പിന്നെ അവനത്തിന് വിദ്യാഭ്യാസം ഒക്കെ ഉള്ളതുകൊണ്ട് അവൻ ഉയർന്നു വരുന്നു, ആയുർവേദത്തിലൊക്കെ പോയി റപ്പായി അങ്ങനെ കയറി പോയി. അപ്പൊ അദ്ദേഹം വീട്ടിലിങ്ങനെ പോയി അവിടെ ഒരു വിശ്വാസി ചേച്ചിയായിട്ട് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായി. അപ്പൊ ഈ ചന്ദ്രബാബു എന്നുള്ള കക്ഷി ശിഷ്യപൂജിത എടുത്ത് എന്ന് പറഞ്ഞു. ശിഷ്യപൂജിതാണ് അവിടുത്തെ ലാസ്റ്റ് ഇത് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ പുള്ളി സന്യാസി. അപ്പൊ ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞ സാബു. അപ്പൊ ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞ സന്യാസിയാകാൻ ഈ 12 വർഷത്തെ ഒരു ബ്രഹ്മചര്യം ഇല്ല വേണ്ടത്. ഇതേപോലത്തെ ഒരു പെണ്ണ് കേസ് ഉണ്ടെങ്കിൽ അവൻ ഒരാഴ്ചക്കുള്ളിൽ സന്യാസിയാകാം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ബാവുട്ടൻ ഞങ്ങൾ ചന്ദ്രബാബുവിനെ ബാവുട്ടാന്ന് വിളിക്കുന്ന സ്നേഹം കൊണ്ട്. അപ്പൊ ചന്ദ്രബാബു പ്രസ്ഥാനത്തിലുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞു ജെന്നി എടുത്തെന്ന് പറഞ്ഞു. ജെന്നി ഇന്ന പോലെ സാബു ഇന്ന സംഭവം ഉണ്ടായി, ഇത് നേരിട്ട് കണ്ടതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ജെന്നി പറഞ്ഞു ആ മുക്കോട്ട് കുഴപ്പമില്ല മോനെ നമ്മൾ പറഞ്ഞു വിട്ടു. അപ്പൊ നമ്മളോർത്ത് ഇതിനൊരു ആക്ഷൻ ഉണ്ടാകും. പിറ്റേ ആഴ്ച പുള്ളിക്ക് സന്യാസി വസ്ത്രം കൊടുത്തു. ഇപ്പൊ ആള് ചക്കക്കുരു പോലെ വീർത്തുന്ന സുമുഖനായിട്ടിരിക്കും. ഇത് കഴിഞ്ഞും പല പല പെണ്ണ് വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ ആശ്രമത്തിൽ ഇപ്പോഴത്തെ സന്യാസി പരമ്പരക്ക് വേണ്ടെന്ന് പറഞ്ഞാല് ത്യാഗമല്ല, യോഗ്യത അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പെണ്ണ് വിഷയത്തിൽ താല്പര്യമുള്ള അതാണ് നമുക്കിപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ പണ്ടെന്ന് പറഞ്ഞാൽ ശാന്തിഗിരി ആശ്രമത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങൾ ആദ്യം ആ പറയുന്നവരുടെ നേരെ പ്രതികരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ആശ്രമത്തിൽ പോകുന്ന വ്യക്തികളാണ് ഞങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നൊരു ബഹുമാനം കിട്ടുമായിരുന്നു. ഞങ്ങളൊക്കെ നാട്ടിൽ ഒരു കല്യാണ വീട്ടിൽ ചെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു കസേര ഇട്ട് തരും. ഇപ്പൊ ഞാൻ അരൂർ താമസിക്കുന്ന അവിടെ തന്നെ നമ്മൾ ചെന്ന് നമുക്കൊരു വില ഇപ്പോഴും തരുന്നുണ്ട്. പക്ഷെ നമുക്കത് പേടിയാ. കാര്യം പിന്നെ ആശ്രമ ലേബലിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഞാനിപ്പോ ആഗ്രഹിക്കുന്നത് നമ്മൾ ഗുരുവിന്റെ ആശയം വിടുന്നില്ല. പക്ഷെ നമുക്കിപ്പൊ ഇവരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ എൻ്റെ അച്ഛനമ്മയോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രായമായി വരുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് ഞാനാണ്. പക്ഷെ ദയവ് ചെയ്ത് നിങ്ങൾ ആശ്രമത്തിൽ പോയിട്ട് അവിടെ നിന്ന് പ്രസാദം ഒന്നും പറഞ്ഞ് ഭക്തി മുത്ത് അവർ തരുന്ന സാധനമൊന്നും കഴിക്കരുത്. അവര് ചിഞ്ചായിട്ട് കൊല്ലുന്ന പല സ്ലോ പോയിസൺ ആയിരിക്കും തരുന്നത്. കാര്യം ഈ മെഡിസിനും കാര്യങ്ങളൊക്കെ ഗുരുസ്വാമി ഒരുപാട് കൈകാര്യം ചെയ്തത്. അപ്പൊ ഇത് സിദ്ധമരുന്ന് എന്ന് പറഞ്ഞ് ഞാൻ സിദ്ധത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. സിദ്ധമരുന്ന് എന്ന് പറഞ്ഞാൽ എല്ലാം വിഷമാണ്, എല്ലാം വിഷമാണ്. ഈ വിഷത്തെ ശുദ്ധി ചെയ്തിട്ടാണ് അതും നല്ലത്. അപ്പൊ നമ്മളുടെ ഇതിന് നല്ലതും ചീത്തയുണ്ട്. നമ്മളുടെ ചീത്ത മരിക്കുന്നത് നമ്മൾ നല്ലതായി എന്ന് പറഞ്ഞാൽ ശുദ്ധ മെഡിസിൻ. അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ ഗുരുസ്വാമിക്ക് അറിയാം. കാര്യം നല്ല രീതിയിലുള്ള ഒരു ചിന്തയില്ല. പുള്ളിക്ക് വളഞ്ഞ വഴി മുഴുവൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഗുരു. അല്ലെങ്കിൽ ഈ റപ്പായിട്ട് നടന്നിരുന്ന ഒരു വ്യക്തി ഈ ഒരു ലെവലിലേക്ക് ആവില്ല. ഗുരു ആശ്രമത്തിൽ കയറ്റിട്ടെന്ന് പറഞ്ഞാൽ കക്ഷി ഈ ലെവലിലേക്ക് ആകത്തില്ല. ഉണ്ടായുസവും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ പിന്നെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, ഈ ചന്ദ്രബാബു ഈ ഫേസ്ബുക്കിലൊക്കെ കുറച്ച് കാര്യങ്ങളിട്ടപ്പോൾ അതുകൊണ്ട് കുറെ ആൾക്കാർ രക്ഷപ്പെട്ടു. കുറെ വിഷയങ്ങൾ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ പുള്ളിക്ക് തോന്നി ഇതൊന്നും ശരിയല്ല, പുറത്തെ കറക്കമല്ല നിർത്തിയിട്ട് ഇപ്പൊ എല്ലാ ജനങ്ങളുടെയും കൂടെ വീട് സന്ദർശിക്കുന്നു, അവർക്ക് ഓരോ ഓഫർ കൊടുക്കുന്നു, ജോലി കൊടുക്കുന്നു. ഇപ്പൊ എന്റെ സഹോദരി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, അപ്പുറത്ത് പോയിട്ടുണ്ട്, അവർക്കൊക്കെ സാലറി കൂട്ടി കൊടുക്കുന്നു. അപ്പൊ ജനങ്ങളെല്ലാം കയ്യിലെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ജനങ്ങൾ പറയുന്നുണ്ട് ഇത്രോ നാളെ ഇയാളെ എവിടെയായിരുന്നു. അപ്പൊ പിന്നെയും പറയുന്നുണ്ട് ബാവുട്ടൻ കാരണം കുറെ ആൾക്കാർ രക്ഷപ്പെട്ടു, ചന്ദ്രബാബു കാരണം കുറെ ആൾക്കാർ രക്ഷപ്പെട്ടെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇത് ഏതായാലും നമുക്കിത് ഗുരു ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനം ഇങ്ങനെ മോശമായിട്ട് പോകുന്നതിന് നമുക്ക് താല്പര്യമില്ല. കാര്യം ഗുരു ഒരുപാട് കഷ്ടപ്പെട്ട് പട്ടിണികളൊക്കെ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ ഇത് ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ ഈ പത്മപ്രയ സ്വാമി പറയുന്ന പോലെ ഇതിന്റെ സത്യാവസ്ഥ വെളിയിൽ വന്നിട്ട് ഇതെന്താണോ
അതിനൊരു നടപടി ഉണ്ടാകണം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ചന്ദ്രബാബു എന്ന് പറഞ്ഞാൽ ഈ അറസ്റ്റ് കേസ് വന്നായിരുന്നു. അദ്ദേഹം അതിനു മുമ്പ് ഒരു 6 മാസം മുമ്പ് ലോക്നാഥ് ബെഹ്റക്ക് പുള്ളി ഒരു പരാതി കൊടുത്തതാണ്. ഈ കേസ് വന്ന സമയത്ത് പുള്ളി ജയിലിലാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ ഈ പള്ളൂരത്തിൽ, അതായത് പുള്ളിയുടെ ഈ ബാബുവിന്റെ അമ്മയുടെ വീട് ചന്ദ്രബാബുവിന്റെ അമ്മയുടെ പള്ളൂരത്തിലാണ്. അവിടെ ഒരു വശം തളർന്നു കിടക്കുന്ന ആ ഒരു മനുഷ്യൻ, അതായത് ഇദ്ദേഹത്തിന്റെ പിതാവ്, അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ചു തന്നു ഈ ആശ്രമത്തിന്. അതായത് ഗുരുവിന്റെ അമ്മാവിന്റെ മോനാണ് ഈ ചന്ദ്രബാബുവിന്റെ അച്ഛൻ. ചിറ്റാക്കാട്, അതായത് ചിറ്റാക്കാട് എന്ന ഗുരുവിന്റെ വീട്ടിൽ വരും, ചിറ്റാക്കാട് പപ്പനാണ്. അപ്പൊ അദ്ദേഹം അവിടെ നിന്ന് ആ ഒരു വശം തളർന്നിട്ട് ആംബുലൻസിൽ കയറി വന്നിട്ട് ആശ്രമത്തിന്റെ മുമ്പിൽ പ്രതിഷേധം നടത്തി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ഈ ചന്ദ്രബാബുവിന്റെ ഭാര്യ കുറച്ചു മുമ്പ് സംസാരിച്ച സത്യശീലൻ, തനിമഹിം, ഇവരെല്ലാം കൂടി ഒരു പ്രസ് ക്ലബ്ബ് വിളിച്ചു കൂട്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അതൊന്നും ഒരു ചാനലും അവർ ഏറ്റെടുത്തില്ല. കാര്യം ഇദ്ദേഹം അത്ര ശക്തനാണ്. കാര്യം ഒരു മീഡിയ ഏറ്റെടുക്കത്തില്ല. പിന്നെ മീഡിയ ഏറ്റെടുക്കുന്ന പറഞ്ഞാൽ ഇത് എവിടെയെങ്കിലും ഒരു പൊട്ടി മുളപ്പെടുമ്പോൾ ഈ മീഡിയക്കാരെ ഏറ്റെടുക്കും. അത് ഞാൻ ഹൈക്കോടതി ചെന്നപ്പോൾ വക്കീലും പറഞ്ഞ കാര്യമുണ്ട്. നല്ല എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ ഈ പോലീസുകാരും മന്ത്രിമാരെല്ലാം മാറുമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോഴും നമ്മുടെ ജീവൻ ശരിക്കും പറഞ്ഞ ഈ 5 പേരൊന്നല്ല, ഒരുപാട് പേർക്ക് ഭീഷണിയുണ്ട്. കാര്യം നമുക്ക് സ്വസ്ഥമായിട്ട്, ഇവരെ എതിർക്കുന്നവർക്ക് സ്വസ്ഥമായിട്ടൊരു ജീവിതം ഇല്ല. അപ്പൊ ഞാൻ ഈ ബൈക്കിലൊക്കെ പോകുമ്പോൾ വളരെ കെയർ ചെയ്താ പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞാല് ഒരു ആക്സിഡന്റ് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെ കൊടുത്തതുകൊണ്ട് ഇനി അങ്ങനെ വല്ല ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നമ്മളൊരു പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെയും കുറെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ സംസാരിക്കാം. ഓക്കെ സൺലേ, താങ്ക് യു.